ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും കാമുകി കാമുകന്മാർ തമ്മിലും പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ സൗന്ദര്യ പിണക്കമെന്ന് ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്. മാർക്കറ്റിംഗ് മേഖലയിൽ LIC മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ LICയുടെ പ്രോഡക്റ്റുകൾ പോളിസികൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ LICയും ആ വ്യക്തിയും തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികളും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകും, സൗന്ദര്യ പിണക്കമുണ്ടാകും. കാരണം ആ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് LICയുടെ പോളിസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളോട് LIC പോളിസി എടുക്കുന്നു എന്ന് ചോദിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിന് അയാൾ യാതൊരു വിലയും കൽപ്പിക്കില്ല. കാരണം അയാൾ പോയി വാങ്ങുന്നതല്ല, അയാളുടെ മുമ്പിൽ ചെന്ന് ഏജന്റ് ആവശ്യപ്പെടുന്നതാണ്. ചിലപ്പോഴൊക്കെ അതൊരു യാചന പോലെ പോലും അയാൾക്ക് തോന്നിയെന്ന് വരാം. അപ്പോൾ അയാൾ ലേശം വലിമയോടെ പറയും, എനിക്ക് താല്പര്യമില്ല, ഇതൊക്കെ നഷ്ടമാണ്, എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ആരെങ്കിലും LIC പോളിസി എടുക്കുമോ എന്നല്ല. എന്നാൽ പിന്നീട് അയാൾ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച് ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് LICയെക്കുറിച്ച് ഓർമ്മ വരും, അതിൻ്റെ ആ വില മനസ്സിലാകും. അപ്പോൾ അയാൾ ഏജന്റിനെ വിളിക്കും. അപ്പോൾ LICക്കായിരിക്കും വലിമയുണ്ടാകുക, LICക്കായിരിക്കും സൗന്ദര്യ പിണക്കം. അപ്പോൾ LICയുടെ പ്രതിനിധിയായിട്ട് ഏജന്റ് അല്ലെങ്കിൽ അഡ്വൈസർ പറയും, ഇപ്പോൾ പോളിസി തരാൻ കഴിയില്ല. ഏജന്റോ അഡ്വൈസറോ പറയുന്നത് ശരിയാണ്. കാരണം LIC പോളിസികൾ എടുക്കണമെങ്കിൽ അതിനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുള്ളവർക്ക് LIC പോളിസി എടുക്കാൻ കഴിയുള്ളൂ. ആരോഗ്യത്തിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ ആ സമയത്ത് അങ്ങനെയുള്ളവർക്ക് LIC പോളിസി എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോഴേ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക, പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.